പ്രേക്ഷകരെ, ഈ അമീബിക് മസ്തിഷ്ക ജ്വരം അത് നമ്മുടെ സംസ്ഥാനത്ത് പുതുതായി കണ്ടെത്തിയ ഒരു രോഗമല്ലെങ്കിലും അമീബിക് മസ്തിഷ്ക ജ്വരം വടക്കൻ കേരളത്തിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുകയാണ്. താമരശ്ശേരിയിൽ പനി ബാധിച്ച് ചികിത്സയിലിരിക്കെ മരിച്ച 9 വയസ്സുകാരിയുടെ മരണ കാരണം അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 3 മാസം പ്രായമായ കുഞ്ഞടക്കം അസുഖബാധിതരായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയുമാണ്. എന്താണ് അമീബിക് മസ്തിഷ്ക ജ്വരം? അതിനെ ഭയക്കേണ്ടതുണ്ടോ? ഇതാണ് ചോദ്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ അമീബ തലച്ചോറിലേക്ക് പ്രവേശിക്കുക വഴി മസ്തിഷ്കത്തിലെ കോശങ്ങൾക്ക് പെട്ടെന്ന് തകരാർ സംഭവിക്കുകയും നീർക്കെട്ട് വരികയും ചെയ്യുകയാണ് ചെയ്യുക. ഇത് ഗുരുതരമാവുകയും ഒടുവിൽ മസ്തിഷ്ക മരണം സംഭവിക്കുകയുമാണ്. പലതരം അമീബകൾ രോഗകാരികൾ ആകാം. ഈ നെഗ്ലേറിയ ഫൗലേറി ഇങ്ങനെയുള്ള മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന അമീബകളെയാണ് സൂക്ഷിക്കേണ്ടത്. നെഗ്ലേറിയ ഫൗലേറി ഇതാണ് മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന അമീബിയ. ഇനി നമുക്ക് ഈ ദൃശ്യം കാണുമ്പോൾ മനസ്സിലാവും, മനുഷ്യ മസ്തിഷ്കത്തിൽ പ്രധാനമായിട്ടും മസ്തിഷ്കത്തെ ബാധിക്കുന്ന നീർക്കെട്ടിനെ എൻസെഫലൈറ്റിസ് എന്നും മസ്തിഷ്കത്തിന്റെ 3 ആവരണങ്ങളായ ഈ കാണുന്ന പോലെ ഡ്യൂറ, അതേപോലെ തൊട്ടടുത്തത് ഇത് ഡ്യൂറ, അടുത്തത് അരാക്കിനോയിഡ്, അതുപോലെ തന്നെ മറ്റൊന്ന് പയ, ഇവയൊക്കെയാണ് ഇവിടെ നീർക്കെട്ട് വരുന്നു. ഈ നീർക്കെട്ടിനെയാണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുക. അണുബാധയാണ് ഇത്തരം രോഗങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം. ഇതിൽ തന്നെ കൂടുതൽ രോഗങ്ങളും ബാക്ടീരിയകളും വൈറസുമാണ് ഉണ്ടാക്കുന്നത്. മെനിഞ്ചൈറ്റിസ് ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ബാക്ടീരിയകളാണ് ന്യൂമോകോക്കസ്, മെനിഞ്ചോകോക്കസ്, ഹിമോഫിലസ് ഇൻഫ്ലുവൻസെ ടൈപ്പ് ബി, അതിന്റെ ടൈപ്പ് ബി, അതേപോലെ ട്യൂബർകുലോസിസ് ബാസിലസ് TB, അതായത് നമ്മുടെ TB വില്ലൻ ചുമ വരുന്ന കാര്യം. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായും ഉണ്ടാവുക. ഇവയിലെ ഹീമോഫിലസ് ഇൻഫ്ലുവൻസയും TB മെനിഞ്ചൈറ്റിസും പ്രതിരോധ കുത്തിവയ്പ്പുകൾ കാരണം ഏറെക്കുറെ ഇല്ലാതായിട്ടുണ്ട്. ന്യൂമോകോക്കസിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പും അധികം താമസിയാതെ തന്നെ നടപ്പാക്കാൻ കഴിയും. പക്ഷേ അപ്പോഴും നിപ്പ, ഹെർപ്പീസ്, എൻഡോവൈറസ്, വെസ്റ്റ് നൈൽ തുടങ്ങിയ അനേകം വൈറസുകൾ ഇനിയും പീഡിതരാതായിട്ടുണ്ട്. അതിനിടയിൽ പണ്ട് മുതൽക്കേ തന്നെ ഡോക്ടർമാർക്ക് അറിയാമെങ്കിലും കൃത്യമായ രോഗനിർണയം പലപ്പോഴും നടക്കാനാവാത്തതിനാലോ അതല്ലെങ്കിൽ വളരെ അപൂർവമായി മാത്രം കാണുന്നതിനാലോ ജനങ്ങൾക്കിടയിൽ അധികം കേട്ടുകേഴ്വില്ലാത്ത രോഗമാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്ന അമീബ മൂലം വരുന്ന ഈ മസ്തിഷ്ക ജ്വരം, അമീബിക് മസ്തിഷ്ക ജ്വരം. നമുക്ക് ഈ അമീബ എന്ന് പറയുന്ന ജീവി നമുക്ക് മുൻപ് മുതൽ തന്നെ സുപരിചിതമാണ്. ഏകകോശ ജീവിയായ അമീബയുടെ ചിത്രവും അത് ഇരപിടിക്കുന്ന രീതിയും ഒക്കെ നമ്മൾ സ്കൂൾ ക്ലാസ് മുതൽ തന്നെ പഠിച്ചിട്ടുള്ളതും ഒക്കെയാണ്. സാധാരണഗതിയിൽ ഈ അമീബകൾ രോഗമൊന്നും ഉണ്ടാക്കാറില്ല. പക്ഷേ എൻഡമീബ ഹിസ്റ്റോലിറ്റിക്ക എന്ന അമീബ മനുഷ്യരിൽ വയറുകടി ഉണ്ടാക്കുന്ന ഒരു രോഗാണുവാണ്. ഗുരുതരമായ രോഗങ്ങൾ ഉണ്ടാക്കുന്ന അമീബകളും ഇവയ്ക്കിടയിലുണ്ട്. ഈ അമീബ എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ എവിടെയൊക്കെ നമ്മൾ അമീബകളെ സൂക്ഷിക്കണമെന്ന് ചോദിച്ചാൽ പ്രധാനമായും ഇളം ചൂടുള്ള ശുദ്ധജലത്തിൽ അമീബകളെ കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂളുകൾ, കുളങ്ങൾ എന്നിവിടങ്ങളിൽ അമീബ ഉണ്ടാകാൻ, പക്ഷേ ക്ലോറിനേഷൻ മൂലം നശിച്ചു പോകുന്നതിനാൽ നന്നായി പരിപാലിക്കുന്ന, ക്ലോറിനേറ്റ് ചെയ്യുന്ന, കൂടെ വെള്ളമൊക്കെ മാറ്റുന്ന സ്വിമ്മിംഗ് പൂളുകളിൽ അമീബയ്ക്ക് നിലനിൽക്കാനുള്ള സാധ്യത കുറവാണ്. അതുപോലെ ഉപ്പ് വെള്ളമുള്ള ജലാശയങ്ങളിലും ഈ രോഗാണുവിന് നിലനിൽപ്പില്ലാത്തത് കൊണ്ട് കടലിലും മറ്റും ഇവയെ കണ്ടുവരുന്നില്ല. കുളിക്കുമ്പോൾ വെള്ളം കുടിച്ചുകൊണ്ടത് രോഗകാരിയായ അമീബ ശരീരത്തിൽ പ്രവേശിക്കില്ല. പക്ഷേ നമ്മൾ ഈ ഡൈവ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നീന്തുമ്പോഴോ ഒക്കെ വെള്ളം ശക്തിയായിട്ട് മൂക്കിലേക്ക് കടന്നാൽ അമീബ വെള്ളത്തിലുള്ള പക്ഷം മൂക്കിലെ അസ്ഥികൾക്കിടയിലൂടെ നേരിയ വിടവിലൂടെ അവ തലച്ചോറിലേക്ക് എത്തുകയും നമ്മൾക്ക് ഈ രോഗം വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇനി നമുക്ക് ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങൾ കൂടി നോക്കാം. പ്രധാനമായും ശക്തമായ പനി ഉണ്ടാകുമെന്നുള്ളതാണ്. മറ്റൊന്ന് ഛർദി, തലവേദന, അപസ്മാരം, ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. പ്രത്യേകിച്ചും ഈ കുട്ടികളിലും കൗമാരക്കാരിലും ഒക്കെയാണ് ഈ രോഗം കൂടുതലായി ഉണ്ടാവുക. ഏതെങ്കിലും തരത്തിലുള്ള പ്രതിരോധ ശക്തി കുറവുള്ളത് കൊണ്ടാണോ അപൂർവം ചിലരിൽ മാത്രം ഈ രോഗം ഉണ്ടാകുന്നത് എന്ന കാര്യവും ഇതുവരെ വ്യക്തമല്ല. പിന്നെ മറ്റൊരു കാര്യം, ഈ രോഗം അമീബിക് മസ്തിഷ്ക ജ്വരം ഒരാളിൽ നിന്നും സാധാരണ മറ്റൊരാളിലേക്ക് പകരാറില്ല. പിന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ. എല്ലാ മസ്തിഷ്ക ജ്വരത്തിലും ലക്ഷണങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. രോഗം മൂർച്ഛിക്കുന്നതോടെ ഈ രോഗി അബോധാവസ്ഥയിലേക്ക് പോവുകയും അയാൾക്ക് മരണം സംഭവിക്കുകയുമാണ് സാധാരണ കണ്ടുവരുന്നത്. ഈ രോഗം ഭേദമാക്കാനുള്ള ചികിത്സ നിലവിൽ ലഭ്യമല്ല. രോഗലക്ഷണങ്ങളെ ചികിത്സിക്കുക എന്നത് കൂടാതെ രോഗിയുടെ ശ്വാസകോശം, ഹൃദയം എന്നിവയുടെ പ്രവർത്തനം നിലനിർത്തുക, അപസ്മാരം നിയന്ത്രിക്കുക എന്നിവയൊക്കെയാണ് ചെയ്യാൻ കഴിയാവുന്ന ചികിത്സാ രീതി നിലവിൽ
നിലവിൽ ഈ രോഗത്തിന് മരണസാധ്യത വളരെ ഏറെയാണ് എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യം. അപ്പോൾ ഇതാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. എന്താണ് അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ്. അതിൻ്റെ ഈ ഫലപ്രദമായ മെഡിസിൻ ഒന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. നമ്മുടെ നിപ്പയൊക്കെ പോലെ തന്നെ ഫലപ്രദമായ മെഡിസിൻ ഒന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. ഇപ്പോൾ 3 മാസം പ്രായമുള്ള കുട്ടി അല്പം ഗുരുതരാവസ്ഥയിലാണ് കോഴിക്കോട് ചികിത്സയിലുള്ളത്. എത്രയും വേഗം ആ കുഞ്ഞ് ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ടും ആഗ്രഹിക്കാം.